നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാരിനെതിരായി PR ആരോപണം തള്ളി CPIM. PR ഇല്ലെന്ന് സംസ്ഥാന സമിതിയിൽ വിശദീകരിച്ച് മുഖ്യമന്ത്രി. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം PR ഇല്ല എന്ന് തന്നെയെന്ന് MV ഗോവിന്ദൻ. മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താ? ചിരിക്കുന്നില്ല. എന്തൊരു മനുഷ്യനാണ്. ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം എന്താ? എന്തൊരു ചിരിയായി ഇത് ചിരിയാണോ എന്നാണ്. രണ്ടാം പിണറായി സർക്കാരിനെ നേരിടാൻ സംസ്ഥാനത്ത് മഴവിൽ സഖ്യം. തൃശൂർ പൂരം കലക്കിയത് RSS എന്നും വിലയിരുത്തൽ. തെറ്റ് കണ്ടെത്തിയാൽ ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാലും നടപടിയെന്ന് MV ഗോവിന്ദൻ. അന്വേഷണം അവസാന ഘട്ടത്തിൽ. ADGPയെ ഉടൻ മാറ്റണമെന്ന നിലപാട് മയപ്പെടുത്തി CPI. അജിത് കുമാറിനെ മാറ്റാൻ മുഹൂർത്തം കുറിച്ചുവെച്ചിട്ടില്ലെന്ന് ബിനോയ് വിശ്വം. ഇടത് സർക്കാർ കൃത്യമായ നടപടിയെടുക്കുമെന്നും CPI മുഹൂർത്തം വെച്ചിട്ടില്ല. പ്രശ്ന നിലപാടാണ്. ആ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് എന്താണ് ചെയ്യേണ്ടത് അതായിരിക്കും കേരളത്തിലെ LDF സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് ഉറപ്പ് CPIക്കുണ്ട്. DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കൈമാറിയേക്കും. P. ശശിക്കെതിരായ അൻവറിന്റെ കത്ത് ബോധപൂർവം അപമാനിക്കാനെന്ന് MV ഗോവിന്ദൻ. ശശിക്ക് പിന്നാലെ റിയാസിനെയും അൻവർ ലക്ഷ്യമിടുന്നു. കണ്ണൂരിലെ പ്രമുഖ നേതാവ് ഒപ്പമുണ്ട് എന്ന അവകാശവാദവുമായി PV അൻവർ. അൻവറിന് സ്ഥലം മാറിപ്പോയെന്ന് DYFI. ഫോൺ ചോർത്തലിൽ അൻവറിനെതിരെ കേസ്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം കോടതിയിലേക്ക്. കേസ് എഴുതിത്തള്ളിയതിനെതിരെ നാളെ ജില്ലയിൽ കോൺഗ്രസ് പ്രതിഷേധം. പോലീസ് CPIMന്റെ അടിമക്കൂട്ടമായി എന്ന് VD സതീശൻ. ആവശ്യമെങ്കിൽ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. പൊതുശത്രുവിനെതിരെ വൈരം മറന്ന് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കാൻ ആഹ്വാനം. ഖമേനി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് 5 വർഷത്തിന് ശേഷം. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രം തകർത്ത് ഇസ്രായേൽ. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പാകിസ്ഥാനിലേക്ക്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈ മാസം 16, 17 തീയതികളിൽ സന്ദർശനം. വയനാട് ദുരന്തത്തിൽ സർക്കാർ ചെലവഴിച്ച തുകയുടെ കണക്കുകൾ തേടി ഹൈക്കോടതി. ദുരിതാശ്വാസം നൽകുന്നതിൽ കേന്ദ്ര നിലപാട് അറിയിക്കാനും നിർദ്ദേശം. ഉരുൾപൊട്ടലിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് നിയമസഭ. നിയമസഭയിലെത്താതെ അൻവർ. പ്രത്യേക ബ്ലോക്ക് നൽകിയില്ലെങ്കിൽ നിലത്തിരിക്കുമെന്ന് MLA. അർജുന്റെ കുടുംബത്തിന്റെ പരാതിയിലെ കേസ് ഒത്തുതീർപ്പാക്കാൻ താൽപര്യമുണ്ട് എന്ന് മനാഫ്. തന്നെയും അർജുന്റെ കുടുംബത്തെയും വെറുതെ വിടാൻ അഭ്യർത്ഥന. മനാഫിനെതിരെ കേസെടുത്തത് സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്ന പേര്. സൈനികൻ തോമസ് ചെറിയാന കുടുംബക്കല്ലറയിൽ അന്ത്യനിദ്ര. സൈനിക ബഹുമതികളോടെ വിട നൽകി ജന്മനാട്. സംസ്കാരം പത്തനംതിട്ട ഇലന്തൂർ കാരൂർ പള്ളി സെമിത്തേരിയിൽ. ADGPക്ക് വീഴ്ചയുണ്ട് എന്ന് വിലയിരുത്തി CPIM. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും. DGP റിപ്പോർട്ടിൽ ADGPക്കെതിരെ പരാമർശമുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിന് ശേഷം നടപടി ഉറപ്പാക്കും. സംസ്ഥാന സമിതിയിലാണ് ഈ വിലയിരുത്തൽ. യോഗത്തിൽ PR ആരോപണം മുഖ്യമന്ത്രി നിഷേധിക്കുകയും ചെയ്തു. PRന് വേണ്ടി ആരെയും നിയോഗിക്കുകയോ ആർക്കും പണം കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. PR സംബന്ധിച്ച എല്ലാ ചോദ്യത്തിനും ഉത്തരം PR ഇല്ല എന്ന ഒറ്റ മറുപടി എന്ന് മുഖ്യമന്ത്രി സംസ്ഥാന സമിതിയിൽ വ്യക്തമാക്കി. അവിടെ ഞങ്ങൾക്ക് ഒരു PRഉം ഇല്ല, ഒരു PRന്റെയും പ്രശ്നമില്ല. അവിടെ പറഞ്ഞല്ലോ, നമുക്കെല്ലാം പരിചയമുള്ള സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റിലയൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു അഭിമുഖത്തിന് സാധ്യതയുണ്ട്, കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അഭിമുഖം കൊടുക്കുന്നതിന് എന്താ പ്രയാസമുള്ളത്?
അതിന് പി ആറിന്റെ ഒരു ആവശ്യം പാർട്ടിക്കുമില്ല, ഒട്ടും ഗവൺമെന്റിനുമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാവാനിട്ടല്ല, നിങ്ങൾക്ക് മനസ്സിലായാലും ഇതൊരു വലിയ സംശയമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനാണ്. പി ആറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയ മറുപടി സംബന്ധിച്ച വിവാദവും അദ്ദേഹം സംസാരിച്ചു. നേരത്തെ മുഖ്യമന്ത്രി ചിരിക്കില്ല എന്നുള്ളതായിരുന്നു ആക്ഷേപമെങ്കിൽ ഇപ്പോൾ ചിരിയാണ് വലിയ വാർത്തയെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴും ഉത്തരം കിട്ടിയാലും മുമ്പ് പിണറായിയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്താ? ചിരിക്കുന്നില്ല. എന്തൊരു മനുഷ്യനാണ്, ചിരിയില്ല. ഇപ്പോഴേ ഇന്നലത്തെ വിമർശനം എന്താ? എന്തൊരു ചിരിയായി ഇത് ചിരിയാണോ എന്നാണ്. എന്നിട്ട് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനവും പരിഹാസവും. ADGP RSS കൂടിക്കാഴ്ചയിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. റിപ്പോർട്ട് കിട്ടിയാൽ ആരോപണം ശരിയെങ്കിൽ കർക്കശമായ നടപടിയെടുക്കുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കാൻ കഴിയില്ല. അത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമാണ്. എന്നാൽ ഏത് ഉന്നത ഉദ്യോഗസ്ഥനായാലും തെറ്റ് കണ്ടെത്തിയാൽ കർക്കശമായ നടപടിയെടുക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം വന്നാൽ ഉടൻ നടപടിയെടുക്കുക എന്നത് ഭരണത്തെ ബാധിക്കുന്ന തെറ്റായ കീഴ്വഴക്കമായിരിക്കും. എന്നാൽ തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന ആരായാലും, ഏതുയർന്ന ഉദ്യോഗസ്ഥനായാലും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുകയും കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കർക്കശമായ നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏത് ഗവൺമെന്റും ചെയ്യേണ്ടുന്ന ഏറ്റവും ശരിയായ മാതൃക. ഈ മാതൃകയാണ് അതിശക്തിയായിട്ട് കേരള മാധ്യമങ്ങൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പറ്റില്ല, ഇപ്പൊ തന്നെ നടപടി വേണമെന്നാണ് അൻവർ ആവശ്യപ്പെടുന്നത്. അതിന്റെ ഒപ്പമാണ് മാധ്യമങ്ങളും നിൽക്കുന്നത്. പിന്നീട് RSS നേതാക്കളുമായി ADGP അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച സ്വാഭാവികമായിട്ടും സർക്കാർ അന്വേഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ഒരു മാസമാണ് അന്വേഷണത്തിന് സമയം നൽകിയിട്ടുള്ളത്. ഏതാണ്ട് അതിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് വരികയാണ്. ആ അന്വേഷണം കൂടി കിട്ടിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് വസ്തുതാപരമായിട്ട് ശരിയെന്ന് മനസ്സിലാക്കി ഫലപ്രദമായി ആർക്കെതിരായിട്ടാണോ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളും ആക്ഷേപങ്ങളും ശരിയായാൽ കർക്കശമായ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നതിന് ഗവൺമെന്റ് മുഖം നോക്കേണ്ട കാര്യമില്ല. ആരായാലും ആ നിലപാട് സ്വീകരിച്ച് പോകണം എന്ന് തന്നെയാണ് പാർട്ടി കണ്ടത്. RSS എന്നും എം വി ഗോവിന്ദൻ പറയുന്നു. തൃശൂർ പൂരം കലക്കാൻ RSS ശ്രമിച്ചിരുന്നു. RSSന്റെ രാഷ്ട്രീയ താൽപര്യമാണ് ഇതിലേക്ക് എത്തിച്ചത് എന്നും എം വി ഗോവിന്ദൻ വിമർശിച്ചു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതേപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണവുമായിട്ട് ഉപയോഗിക്കുക. ഈ വർഷം പൂരം നടത്താൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു ആ പൂരമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തൃശൂർ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമം തൃശൂരിൽ RSSന്റെ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോഴ് പകൽ വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ്. അപ്പോൾ RSSന്റെ രാഷ്ട്രീയ താൽപര്യമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പൂരത്തെ എത്തിച്ചത് എന്നാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സർക്കാരിനെ വിമർശിച്ച RJD രംഗത്തെത്തിയിരിക്കുന്നു. ADGP വിഷയത്തിൽ ആണ് വർഗീസ് ജോർജിന്റെ രൂക്ഷമായ വിമർശനം. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ ആയിരുന്നു വിമർശനം. ADGP വിഷയത്തിൽ സർക്കാർ ഇച്ഛാശക്തി കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. RSS ADGP കൂടിക്കാഴ്ച തെറ്റായിപ്പോയി എന്ന് പറയാൻ എം വി ഗോവിന്ദൻ തയ്യാറായില്ല എന്ന വിമർശനവും വർഗീസ് ജോർജ് ന്യൂസ് 18 പ്രൈം ഡിബേറ്റിൽ ഉന്നയിച്ചു. RSSനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെടുത്ത നിലപാട്, RSS കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ഞങ്ങളെടുത്ത നിലപാട് അതൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ്. ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. LDFൽ ഞാൻ അതാണ് പറഞ്ഞത്. കാരണം ഇതൊരു ഫാക്റ്റാണ്, വസ്തുതയാണ്. RSSന്റെ വക്താവ് പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു കൂടിക്കാഴ്ച നടത്തിയെന്ന്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനും സ്ഥിരീകരിച്ചു.
ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയത്. പിന്നെ എന്താണ് അന്വേഷണത്തിന്റെ പ്രസക്തി? ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രശ്നം. അതുകൊണ്ട് ഗവൺമെന്റിന്റെ, പ്രത്യേകിച്ചും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് നയങ്ങൾ നടത്താൻ അതിന്റെ ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരാണ്. ആ നിലയിൽ കേരളത്തിലെ LDF ഗവൺമെന്റ് നയങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ഈ ഉദ്യോഗസ്ഥനെതിരെ പിന്നീട് ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല, ഒരു നടപടിയാണ് ആവശ്യം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത്. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളെക്കുറിച്ച് DGP നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിക്ക് കൈമാറും. ആദ്യം നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് കൈമാറുക. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുന്നോടിയായി പോലീസ് ആസ്ഥാനത്ത് യോഗം ചേർന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയടക്കമുള്ള വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. ADGPയെ മാറ്റണോ എന്നതിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ADGPയെ മാറ്റാൻ മുഹൂർത്തം കുറിച്ചു വെച്ചിട്ടില്ല എന്ന് ബിനോയ് വിശ്വം. DGPയുടെ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷം എന്ത് നിലപാടാണോ സ്വീകരിക്കേണ്ടത് അത് സ്വീകരിക്കുമെന്നും CPI സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. നിലപാടിന്റെ പക്ഷമാണ് ഇടതുപക്ഷമെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ഇതിൽ മുഹൂർത്തമൊന്നും ആരും കുറിച്ച് വെച്ചിട്ടില്ല. ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, റിപ്പോർട്ട് എത്രയും വേഗം വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് എന്താണോ ചെയ്യേണ്ടത് അത് കേരളത്തിലെ പ്രതിപക്ഷ ഗവൺമെന്റ് ചെയ്യും എന്ന് ഉറപ്പ് CPIക്കുന്നു. പക്ഷെ ഇത്രയും വൈകിയത് CPIയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, മുഹൂർത്തം കുറിച്ച് വെച്ചിട്ടില്ല. പ്രശ്നം നിലപാടാണ്. നിലപാടിന്റെ പക്ഷമാണ് ഇടതുപക്ഷം. തനിക്ക് കണ്ണൂരിലെ ഒരു പ്രബല CPIM നേതാവിന്റെ പിന്തുണയുണ്ട് എന്ന് PV അൻവർ MLA. കൂടുതൽ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം തനിക്കൊപ്പം ചേരും എന്നും അൻവർ പറഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പമാണ്. അവർ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രബലനായ നേതാവ് CPM ആണോ? CPM ലീഡർ. താങ്കളുടെ യോജിച്ച് പാർട്ടിയുടെ പ്രവർത്തനമായിട്ട് അല്ല, ഇതൊരു പാർട്ടി സംവിധാനമായി പോവുകയാണെങ്കിൽ സഖാക്കൾ അതിനനുസരിച്ച് പ്രതികരിച്ചാൽ, സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സ്നേഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സ്, ചെറുതും വലുതുമായവര്, ഈ എന്താ പറയാ, ഇതിപ്പോ ഒരു ട്രെയിനിന്റെ എഞ്ചിനാണ് ഞായറാഴ്ച പ്രഖ്യാപിക്കപ്പെടുന്നത്. ബോഗി പിന്നാലെ വരുന്നത്. എഞ്ചിൻ ഇങ്ങനെ പോകുമല്ലോ, കണ്ടിട്ടില്ലേ? നമ്മൾ ബോഗി കൊളത്താൻ വേണ്ടിയിട്ട് എഞ്ചിൻ മാത്രം അനുമതി കണ്ടില്ലേ? റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ കാണുമല്ലോ. അതുപോലെ ഇപ്പൊ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ബോഗി പല സ്ഥലത്തായി കിടക്കുക. ഈ എഞ്ചിൻ ഇങ്ങനെ പോയി ഇവിടെ നിന്ന് കൊളത്തും, പിന്നെ അങ്ങനെ പോകും, അവിടെ നിന്ന് കൊളത്തും, അങ്ങനെ കേരളം മുഴുവൻ ഇങ്ങനെ ഒരു 2 റൗണ്ട് നടക്കുമ്പോഴത്തേക്ക് കുറെ ബോഗികൾ ഇതിൽ ഘടിപ്പിക്കപ്പെടും. അതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. കണ്ണൂരിൽ നിന്ന് പ്രമുഖ നേതാവ് പോയിട്ട് ഒരു CPIM അംഗം പോലും അൻവറിനൊപ്പമില്ല. ഇത് കണ്ണൂരാണ്. അൻവറിന് സ്ഥലം അത്ര മനസ്സിലായിട്ടില്ല എന്നും DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് പ്രതികരിച്ചു. അൻവറിനോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. അൻവർ കുറേ ദിവസമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, അൻവറിൻ്റെ കൂടെ കണ്ണൂരിലെ ഒരു പ്രമുഖനല്ല, ഒരു CPMന്റെ അനുഭാവി പോലും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ ഉറപ്പ് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അൻവർ കണ്ണൂരിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല, അൻവർ CPMനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അൻവർ ഇപ്പോൾ അൻവറിൻ്റെ പത്രസമ്മേളനത്തിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കിയിട്ട് കേരളം മൊത്തം അയാളുടെ കൂടെയാണ് എന്ന് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അൻവറിന് സ്ഥലം മാറിപ്പോയി. അതുകൊണ്ട് കണ്ണൂരിൽ നിന്നല്ല, കേരളത്തിൻ്റെ ഒരു സ്ഥലത്തു നിന്നും CPMന്റെയോ DYFIയുടെയോ ഒരു അനുഭാവിയെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ വേണ്ടി കഴിയില്ല. ഇത് വെല്ലുവിളി തന്നെയാണ്. PV അൻവറിനെതിരെ കേസെടുത്ത് മഞ്ചേരി പോലീസ്. അരീക്കോട്ടെ മലബാർ സ്പെഷ്യൽ പോലീസ് ക്യാമ്പിൽ വെച്ച് ഫോൺ ചോർത്തി എന്ന പരാമർശത്തിലാണ് കേസ്. ഫോൺ ചോർത്തി എന്ന് ആരോപിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങളും പുറത്തുവിട്ടിരുന്നു. സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് കമാൻഡന്റിന്റെ പരാതിയിൽ ആണ് കേസെടുത്തിട്ടുള്ളത്. ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞതിനെതിരെയാണ് കേസെന്നും ഫോൺ ചോർത്തുന്നതിൽ കേസില്ല എന്നും അൻവർ പ്രതികരിച്ചു. തന്നെ പ്രതിപക്ഷ നിരയിൽ ഇരുത്താൻ പറ്റില്ല എന്ന് PV അൻവർ MLA. CPIMന് തന്നെ പ്രതിപക്ഷമാക്കാൻ വലിയ വ്യഗ്രതയാണുള്ളത്. നിയമസഭയിൽ തറയിൽ ഇരിക്കാമെന്നും എന്ത് ചെയ്യണം എന്ന് നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നും PV അൻവർ പറഞ്ഞു. സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിനമായി ഇന്ന് അൻവർ സഭയിൽ എത്തി. ഞാൻ ആദ്യം പറഞ്ഞ ഞാനതിന്റെ മധ്യസ്ഥ നിലപാടായിരിക്കും, മധ്യസ്ഥ സീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത പാർലമെന്ററി പാർട്ടിക്ക് CPMനുണ്ടെങ്കിൽ നോക്കാം. നമുക്ക് അവിടെ ഇരിക്കണോ വേണ്ടേ എന്നുള്ളത് നിയമ വിദഗ്ധരുമായി ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന്. എനിക്ക് സെപ്പറേറ്റ് സീറ്റ് വേണമല്ലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ കത്ത് കൊടുക്കും. അല്ല, ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല.
ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലല്ലോ. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്നെ ഒരു ബ്ലോക്കാക്കി അവർ അനുവദിക്കുന്നത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിയമസഭയിൽ ഇപ്പം നിലത്ത് തറയിൽ ഇരിക്കാമല്ലോ, നല്ല കാർപ്പറ്റ് ഉള്ളതാണ്. ഒരു തോർത്തമുണ്ടും കൊണ്ടുപോയാൽ നിലത്ത് വെച്ചിരിക്കാം. പി ശശി അയച്ച വക്കീൽ നോട്ടീസിനെ നിയമപരമായി നേരിടും എന്ന് PV അൻവർ. പി ശശിക്കെതിരെ താൻ നൽകിയ പരാതി പൊട്ടിച്ചു നോക്കിയിട്ട് പോലും ഉണ്ടാകില്ല. കേസുകൾ ഇനിയും വരുമെന്നും PV അൻവർ പറഞ്ഞു. മറുപടി കൊടുക്കാം, ഉറപ്പല്ലേ. കേസുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം സംസ്ഥാനത്താകെ കേസ് കൊടുക്കാൻ അവർ വളരെ വിദഗ്ധരുമായി സംസാരിച്ച് അതിന് ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറ്റം ചുരുങ്ങിയത് 100 കേസെങ്കിലും പ്രതീക്ഷിക്കാം. അതാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. തുടർച്ചയായ വിവാദങ്ങളിൽ സർക്കാർ പ്രതിരോധത്തിലായിരിക്കെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നടന്ന ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സഭയുടെ ആദ്യ ദിവസം പിരിയുകയും ചെയ്തു. ഉറ്റവരെ നഷ്ടപ്പെട്ടവർക്കൊപ്പം സർക്കാർ ഉണ്ടാകുമെന്ന് സ്പീക്കർ AN ഷംസീറും സമാനതകളില്ലാത്ത മഹാദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കി. സാമ്പത്തിക സഹായം വൈകുന്നതിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷ നേതാവും വിമർശിച്ചു. വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നിയമസഭയിൽ ചരമോപചാരം. കേരളത്തിന്റെ ഉണങ്ങാത്ത മുറിവാണ് വയനാട് ദുരന്തമെന്ന് സ്പീക്കർ. പുനരധിവാസവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ലെന്നും സ്പീക്കറുടെ വിമർശനം. ദുരന്തത്തിന്റെയും രക്ഷാപ്രവർത്തനത്തിന്റെയും വാർത്തകൾ അഭിനന്ദനാർഹമായ രീതിയിലാണ് മാധ്യമങ്ങൾ നൽകിയത്. എന്നാൽ ഊർജിതമായി നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വിശദാംശങ്ങൾ വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. 1 മാസം തികയുന്നതിന് മുമ്പേ ദുരന്തബാധിതരെ ക്യാമ്പുകളിൽ നിന്ന് വാസസ്ഥലമുണ്ടാക്കി പുനരധിവസിപ്പിച്ചതിന് വലിയ വാർത്തയാവേണ്ട മാതൃകാപരമായ ഒരു കാര്യമായിരുന്നു. രാജ്യം കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമാണ് വയനാട്ടിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തം ശാസ്ത്രീയ വിശകലനത്തിന് വിധേയമാക്കും. അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ച് അവർക്ക് സുരക്ഷിതമായ ജീവിതം പുനഃസ്ഥാപിക്കാൻ അശ്രാന്ത പരിശ്രമത്തിലാണെന്നും മുഖ്യമന്ത്രി. ദുരന്തത്തെ അതിജീവിച്ചവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ടതും സുരക്ഷിതവുമായ ഒരു ജീവിതം പുനഃസ്ഥാപിച്ചു നൽകാനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മൾ വലിയ ഒരു സഹായം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതുവരെ ഒരു താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും, ഒരു സ്പെഷ്യൽ ഫിനാൻസ് പാക്കേജാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. താൽക്കാലികമായ ഒരു അലോക്കേഷൻ പോലും നമുക്കുണ്ടായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എന്ന് പറയാതെ പോകാൻ നമുക്ക് വയ്യ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് താമസം നേരിടുമോ എന്ന ആശങ്കയുള്ളതായി റവന്യൂ മന്ത്രി K. രാജൻ. ഭൂമിയും പുനരധിവാസ പദ്ധതിക്കുമുള്ള പ്രാഥമിക രൂപരേഖയായതായും മന്ത്രി വ്യക്തമാക്കി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ തുടർന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകുമോ എന്ന ആശങ്കയാണ്. പരാതിയല്ല, ആശങ്കയാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണത്. കാരണം അത്രമേൽ മലയാളി ചൂരൽമലയിലെ ദുരന്തത്തിനോട് ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്നു. രാജ്യത്തെ വിവിധയിടങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ വേദനിക്കുന്ന ആളുകളുടെ അതേ മനോവേദന വയനാട്ടുകാർക്കുമുണ്ടെന്നായിരുന്നു സ്ഥലം MLA കൂടിയായ T. സിദ്ദിഖിന്റെ പ്രതികരണം. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ വേദനിക്കുന്നതായ ആളുകളുടെ അതേ മനോവേദനയും വേദനയും വയനാട്ടിലുള്ള ആളുകൾക്കുമുണ്ട് എന്ന് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തോട് ഒരു വരി ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിവാദങ്ങൾക്കിടെ തിങ്കളാഴ്ച സഭ വീണ്ടും സമ്മേളിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന്റെ ചെലവ് കണക്കുകൾ സർക്കാർ ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. മൃതദേഹം സംസ്കരിക്കാൻ ഭൂമി ഏറ്റെടുത്തതിന് ചെലവായ തുകയും അറിയിക്കണം. കേരളത്തിന് ദുരിതാശ്വാസ സഹായം നൽകുന്നതിൽ കേന്ദ്ര നിലപാട് അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നവകേരള യാത്രയ്ക്കിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ച കേസ് എഴുതിത്തള്ളാനുള്ള തീരുമാനത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ കോൺഗ്രസ്. റിപ്പോർട്ടിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനൊപ്പം നാളെ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ വട്ടപ്പള്ളിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. നിയമസഭയിലും വിഷയം ചർച്ചയാക്കാനാണ് കോൺഗ്രസ് നീക്കം. മുഖ്യമന്ത്രിയുടെ ഗൺമാന് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ VD സതീശൻ കേരള പോലീസ് അടിമക്കൂട്ടമായി മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പോലീസിനെ
നിർവീര്യമാക്കി എന്നും മുഖ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നീതി നിഷേധിക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പൊതുപ്രവർത്തകരെ, അതിന് അർഹതയില്ലാത്ത ആളുകൾ ക്രൂരമായി, മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഗൺമാൻ വഴിയിൽ സമരം ചെയ്യുന്ന ആളുകളെ തല്ലുന്നതിനാ. പോലീസ് പിടിച്ചു കഴിഞ്ഞ് അവർ മാറിക്കഴിഞ്ഞിട്ടാണ് പുറകെ വന്ന വണ്ടിയിൽ വന്ന് മർദ്ദിച്ചത്. അതെല്ലാവരും കണ്ടിട്ടും അയാളെ രക്ഷിക്കാൻ വേണ്ടി കൊടുത്താൽ ഇദ്ദേഹം ഞങ്ങളിപ്പോൾ നടത്തുന്ന സമരം മുഖ്യമന്ത്രി രാജിവെച്ചിറങ്ങിപ്പോണം. ഒരു നിമിഷം പോലും ഇരിക്കാൻ, കാരണം നീതിന്യായം നടപ്പാകുന്നില്ല നാട്ടിൽ. ഈ ഭരണപരാജയമാണ്. പോലീസിനെ നിർവീര്യമാക്കി, പോലീസിനെ അടിമക്കൂട്ടമാക്കി മാറ്റി. ഇത് അവസാനിപ്പിക്കണം. ഇസ്രായേലിന് കടുത്ത മുന്നറിയിപ്പുമായി ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. ആവശ്യമെങ്കിൽ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കുമെന്ന് ഖമേനി പറഞ്ഞു. എല്ലാ മുസ്ലിം രാജ്യങ്ങളും സ്വയം പ്രതിരോധ സംവിധാനം ശക്തമാക്കണമെന്നും ഖമേനി ആഹ്വാനം ചെയ്തു. 5 വർഷത്തിനു ശേഷം അയത്തുള്ള അലി ഖമേനി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നടത്തിയ നിലപാട് പ്രഖ്യാപനം ലോകത്തോടുള്ള ഇറാന്റെ സന്ദേശമായിരുന്നു. മറ്റെല്ലാ ഭിന്നതകളും മാറ്റിവെച്ച് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണം. മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സജ്ജമാവണം. ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ അംഗീകാരത്തോടെയാണ്. ആവശ്യമായി വന്നാൽ ഇനിയും തിരിച്ചടിക്കും. ഇറാന്റെ ശത്രു പലസ്തീന്റെയും ലെബനന്റെയും ഈജിപ്തിന്റെയും ഇറാഖിന്റെയും സിറിയയുടെയും യമന്റെയും ശത്രു എന്നൊന്നില്ല. ഏത് രാജ്യത്തിന് നേരെയായാലും ശത്രു പൊതുശത്രുവാണ്. എല്ലാ ശത്രുക്കളും ഒരിടത്തു നിന്നുള്ള ആജ്ഞകളാണ് അനുസരിക്കുന്നത്. ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനും ഖമേനി ആഹ്വാനം ചെയ്തു. പലസ്തീന്റെ മണ്ണ് കൈവശപ്പെടുത്തുകയും അവിടെയുള്ളവരുടെ ജീവിതം നശിപ്പിക്കുകയും ചെയ്ത ഇസ്രായേലിനെതിരെ നിലനിൽക്കാനുള്ള അവകാശം പലസ്തീനുണ്ട്. അത് നീതിയുക്തമാണ്. ശക്തമായ മുന്നറിയിപ്പ് നൽകുമ്പോഴും ഇറാന്റെ തുടർനീക്കം എന്തെന്ന് വ്യക്തമാക്കാൻ ഖമേനി തയ്യാറായില്ല. ഇറാന്റെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും ഉചിതമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് തിരിച്ചടി ഉണ്ടാകുമെന്ന് മാത്രമാണ് ഖമേനി പറഞ്ഞുവെക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക്. ഒക്ടോബർ 16, 17 തീയതികളിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയാണ് ജയശങ്കർ പോകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് സുഷമ സ്വരാജാണ് പാകിസ്ഥാനിൽ ഔദ്യോഗികമായി സന്ദർശനം നടത്തിയ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി. 9 വർഷത്തിന് ശേഷമാണ് ജയശങ്കർ തന്റെ ആദ്യ സന്ദർശനം പാകിസ്ഥാനിൽ നടത്താൻ ഒരുങ്ങുന്നത്. 56 വർഷം മുമ്പ് സൈനിക വിമാന അപകടത്തിൽ മരിച്ച ധീരജവാന് നാടിന്റെ അന്ത്യാഞ്ജലി. പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം സൈനിക ബഹുമതികളോടെ സംസ്കരിച്ചു. കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകളിൽ നിരവധി പേർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Choose your special. സ്വർണം ഗ്രാമിന് 7080 രൂപ, പവന് 56,640. 18 ക്യാരറ്റ് ഗ്രാമിന് 5885, പവൻ 47,080. വെള്ളി ഗ്രാം 99, കിലോ 99,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Choose your special. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.